നിലമ്പൂരിൽ LDF സ്ഥാനാർത്ഥിയെ നാളെ അറിയാം. PV അൻവർ മത്സരിക്കാനുള്ള സാധ്യത കൂടി പരിഗണിച്ച് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനാണ് CPM തീരുമാനം. LDFിൻ്റെ സ്ഥാനാർത്ഥി നാളത്തോടുകൂടി വരുമെന്ന് തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചിരുന്നത്. അത് അടിസ്ഥാനപ്പെടുത്തി നാളെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കും. അൻവർ യഥാർത്ഥത്തിൽ ഒരു യുവദാസിൻ്റെ പണിയാണല്ലോ നടത്തിയത്. LDFിൻ്റെ ഭാഗമായിട്ട് നിന്ന് മത്സരിച്ച് ജയിച്ച് ഒന്നാമത്തെ ടേം കഴിഞ്ഞ് രണ്ടാമത്തെ ടേം എത്തിയപ്പോഴാണല്ലോ അദ്ദേഹം പൂർണ്ണമായിട്ടും UDFിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ച് പോയത്. അങ്ങനെ പോയതിന് ശേഷം അദ്ദേഹം അന്നേ പറഞ്ഞുകൊണ്ടിരുന്നത് UDFിലേക്ക് പ്രവേശിക്കുന്നത് തന്നെയാണെന്ന്. പക്ഷേ UDFിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ അഭിമുഖീകരിക്കുന്നുണ്ട്. അത് UDFും അനുഭവിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അൻവറും അഭിമുഖീകരിക്കുന്നുണ്ട്. UDFിൻ്റെ അകത്തും പ്രശ്നമുണ്ട്, അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവറിനും പ്രശ്നം. ഒരു അഡ്വാൻറ്റേജ് ഇല്ല. എന്ത് അഡ്വാൻറ്റേജ്? ഇപ്പോൾ എത്ര ദിവസമായി? ഈ ദിവസത്തിനിടയിൽ എന്തെങ്കിലും കാര്യം അവർക്ക് അഡ്വാൻറ്റേജ് ഉണ്ടായിട്ടുണ്ടോ? അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അൻവറിനെ സംബന്ധിച്ചും അൻവറിൻ്റെ മുന്നണി പ്രവേശനം സംബന്ധിച്ചല്ലേ. സങ്കീർണമാണ്, പൊട്ടിത്തെറിയാണ്. അത് വരുന്നൊരു സാഹചര്യത്തിൽ നമുക്ക് നോക്കി പറയാം. എന്താണ് നമുക്കിപ്പോൾ ഈ UDFിനകത്തുള്ള പലതരം പടലപ്പിണക്കങ്ങളുണ്ടല്ലോ, അതും കൂടി ഒന്ന് നോക്കിയിട്ട് നമുക്ക് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവും. വിലയിരുത്തിയിട്ടാവും നമ്മുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. തീർച്ചയായിട്ടും അങ്ങനെയാണ് നമ്മളത് പ്രഖ്യാപിക്കുക. പാർട്ടി ചിഹ്നത്തിലാണെങ്കിൽ ഷെറോണ റോയ്, M സ്വരാജ്, സ്വതന്ത്രനാണെങ്കിൽ ഡോക്ടർ ഷിനാസ് ബാബു, U ഷറഫ് അലി എന്നിവരാണ് പരിഗണനയിൽ. CV അനുമോദ് ചേരുന്നു. അനുമോദ്, പാർട്ടി പറയുകയാണെങ്കിൽ മത്സരിച്ചേക്കുമെന്ന U ഷറഫ് അലിയുടെ പ്രതികരണം വന്നിരിക്കുന്ന ഒരു സാഹചര്യം. ഇപ്പോഴും ഇതിലൊരു തീരുമാനമെത്താൻ ഇടത്തെയാമിന് കഴിയാത്തത് എന്തുകൊണ്ടാണ്? എപ്പോഴത്തേക്ക് വരും സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്നുകൂടി പറയുന്നു സംസ്ഥാന സെക്രട്ടറി. അപർണ, നാളെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ നിലമ്പൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനമുണ്ടാകും. അതിൽ രാഷ്ട്രീയമായിട്ടുള്ള ചില സംഭവ വികാസങ്ങൾ അത് എങ്ങനെ മാറുന്നു എന്നത് നിരീക്ഷിക്കുകയാണെന്ന് നേതൃത്വം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് PV അൻവറിൻ്റെ വെല്ലുവിളിയും അതുപോലെ തന്നെ പാർട്ടി സ്വതന്ത്രനായിട്ട് മത്സരിക്കുമെന്ന പ്രഖ്യാപനമൊക്കെ എങ്ങനെയായിരിക്കും അതിൻ്റെ തുടർ നീക്കങ്ങൾ എന്നതാണ് പാർട്ടി നിരീക്ഷിച്ചിരിക്കുന്നത്. PV അൻവർ മത്സരിക്കുകയാണെങ്കിൽ അത് ഇടതുപക്ഷത്തിന് അനുകൂലമായൊരു സാഹചര്യം ഒരുക്കും. അങ്ങനെയാണെങ്കിൽ അതിന് ഉപകരിക്കുന്ന, അത് മുതലെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ളൊരു സ്ഥാനാർത്ഥിയെയാണ് ഇടതുപക്ഷം ഇവിടെ പ്രതീക്ഷിക്കുന്നത്. അതല്ല PV അൻവർ മത്സരിക്കാതെ ഈ ഒരു UDFിന് പിന്തുണ പ്രഖ്യാപിക്കുകയാണെങ്കിലും അത് എങ്ങനെ നേരിടാം, അല്ലെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ നേട്ടമുണ്ടാക്കാം എന്ന കാര്യമാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് പാർട്ടി ചിഹ്നത്തിൽ വേണോ സ്വതന്ത്ര ചിഹ്നത്തിൽ വേണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു കൃത്യമായ തീരുമാനത്തിലേക്ക് എത്താത്തത്. പാർട്ടി ചിഹ്നത്തിലാണെങ്കിൽ സ്വരാജിൻ്റെയും ഷെറോണ റോയുടെയും പേര് തന്നെയാണ് സജീവ പരിഗണനയിലുള്ളത്. ഷെറോണ റോയ് നമുക്കറിയാം വഴിക്കടവ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ അംഗമാണ്. UDFിന് സ്വാധീനമുള്ള പഞ്ചായത്തുകളിൽ നിന്ന് അവിടെ ആ മേഖലകൾ അട്ടിമറി ജയം നേടി വന്ന വ്യക്തിത്വമാണ്. അവിടെ നല്ല സ്വാധീനമുള്ള വ്യക്തി കൂടിയാണ്. മലയോര കർഷകരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി കൂടിയാണ്. അപ്പോൾ അത്തരത്തിൽ അവർക്ക് അനുകൂലമായ ഘടകങ്ങൾ ആ മേഖലയിലോട്ട് ഒരുപാടുണ്ട്. സ്വതന്ത്ര ചിഹ്നത്തിലാണെങ്കിൽ ഡോക്ടർ ഷിനാസ് ബാബുവിൻ്റെ പേരാണ് കൂടുതൽ സജീവമായിട്ട് പരിഗണനയിലുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നിലമ്പൂർ സ്വദേശിയാണ്. ഇവിടെ രാഷ്ട്രീയത്തിന് അതീതമായുള്ള വ്യക്തിബന്ധങ്ങളുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അങ്ങനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ മാത്രമല്ല UDFിൽ നിന്ന് പോലും വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന ആളുകളെയാണ് പാർട്ടി പ്രധാനമായിട്ടും തിരഞ്ഞെടുക്കുക. അതിന് ഷിനാസ് ബാബുവിന് സാധിക്കുമെന്നൊരു വിലയിരുത്തലും പൊതുവെ എന്താണെങ്കിൽ നാളെ ഇതിലൊരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്ന് നേരത്തെ വിജയരാഘവൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ 4 പേരുകൾ ആണ് ഇതുവരെയും പാർട്ടിയുടെ സജീവ പട്ടികയിലുള്ളത്. എന്താണെങ്കിലും നിലവിൽ ഇന്ന് വൈകുന്നേരം അൻവറിൻ്റെ തൃണമൂൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി യോഗം ചേരുന്നുണ്ട്. അതിൽ ഒരുപക്ഷെ മത്സരിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനത്തിൽ ധാരണയുണ്ടാകും. അതുകൂടി കണക്കിലെടുത്താകും. ആ സാഹചര്യം മനസ്സിലാക്കിയായിരിക്കും ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെ ഉണ്ടാവുക. ഏതായാലും ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നത് UDFിന്റെ സ്ഥാനാർത്ഥിയുടെ പ്രചാരണത്തിൽ അത് വിഷയമാകുന്നുണ്ടോ അനുമോദ്? അതുകൂടി ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണോ ഷൗക്കത്തിന്റെ പ്രചാരണം നടക്കുന്നത്? അരുണ ഷൗക്കത്ത് ഇപ്പോൾ ഓരോ മേഖലയിലെ പ്രധാന വ്യക്തിത്വങ്ങളെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്ന അത്തരത്തിൽ മുൻകൂട്ടി ഷെഡ്യൂൾ ചെയ്യാത്ത
പ്രചരണത്തിലല്ല ഉള്ളത്. അതായത് ഇന്ന് വിവിധ പഞ്ചായത്തുകളിലാണ് അദ്ദേഹം പോകുന്നത്. അവിടുത്തെ വിവിധ വ്യക്തിത്വങ്ങളെ നേരിൽ കാണുക, അതിനുശേഷം വൈകുന്നേരങ്ങളിൽ പഞ്ചായത്ത് കൺവെൻഷനുകളിൽ പങ്കെടുക്കുക. അങ്ങനെയാണ് നിലവിലെ ഒരു പ്രധാന രീതി. ഒരു പരസ്യമായിട്ടുള്ളൊരു പൊതുയോഗത്തിലേക്കോ അത്തരത്തിലുള്ള ഷെഡ്യൂൾ നിശ്ചയിച്ചുള്ള സമയക്രമം നിശ്ചയിച്ചുള്ള പ്രചരണത്തിലേക്കോ പോകാൻ സമയമായിട്ടില്ല. 1-ാം തീയതി പാർട്ടിയുടെ UDFൻ്റെ കൺവെൻഷൻ വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതിനുശേഷമാകും ഈ ഒരു പരസ്യ പ്രചരണത്തിലേക്ക് പോവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 3-ാം തീയതി മുതലാകും അത്തരത്തിലുള്ള ഓരോ മേഖല കേന്ദ്രീകരിച്ചുള്ള പ്രചരണത്തിലേക്ക് പോവുക. എന്നിരുന്നാൽ തന്നെയും കൃത്യമായിട്ട് രാഷ്ട്രീയമായിട്ട് ഇടതുപക്ഷം നേരിടുന്ന ഈ ഒരു സാഹചര്യത്തെ, അതായത് UDFൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് 3 ദിവസം കഴിഞ്ഞിട്ടും ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കാൻ കഴിയാത്തത് വലിയ തോതിൽ തന്നെ ഇവിടെ UDF പ്രചരണ ആയുധമാക്കുന്നുണ്ട്. അത് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന പ്രതീക്ഷയാണ് UDFനുള്ളത്. CV അനുമോദ്. CPM പറയുകയാണെങ്കിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവും സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റുമായ U ഷറഫ് അലി ന്യൂസ് 8 പറഞ്ഞു. പാർട്ടി എന്ത് ചുമതല ഏൽപ്പിച്ചാലും അത് നിർവഹിക്കും. നിലവിൽ ചർച്ചകൾ നടന്നിട്ടില്ല. തനിക്ക് രാഷ്ട്രീയ പാരമ്പര്യമില്ലെന്നും എന്നാൽ നിലമ്പൂർ തനിക്ക് ഏറ്റവും അടുപ്പമുള്ള പ്രദേശമാണെന്നും ഷറഫ് അലി ന്യൂസ് 8 പറഞ്ഞു. നിലമ്പൂരിൽ CPMന്റെ സ്ഥാനാർത്ഥിയെ നാളെ പ്രഖ്യാപിക്കും. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ നാളെയാണ് ഇടതുമുന്നണി യോഗവും CPM സംസ്ഥാന സെക്രട്ടറി അതിനു മുമ്പൊക്കെ ചേർന്ന് പ്രഖ്യാപിക്കാനിരിക്കുന്നത്. ആരെന്ന ചർച്ചകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉണ്ട്. ശക്തനായ സ്ഥാനാർത്ഥിന് വരുമെന്ന് CPM നേതൃത്വം വ്യക്തമാക്കുന്നുമുണ്ട്. ചർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേര് U ഷറഫ് അലിയുടേതാണ്. ഇന്ത്യൻ ഫുട്ബോളിന്റെ കഴിഞ്ഞ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരൻ, ഇന്ത്യൻ അന്താരാഷ്ട്ര താരം. അദ്ദേഹം ഇപ്പോൾ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റാണ്. അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുമെന്ന ചർച്ചകൾ സജീവമാണ്. എന്താണ് അങ്ങനെ എന്തെങ്കിലും ഒരു അറിയിപ്പോ അല്ലെങ്കിൽ ഒരു ചർച്ചയോ CPMന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ടോ? ഇതുവരെ അങ്ങനെ ഒരു ചർച്ചയോ അറിയിപ്പോ ഒന്നും ഉണ്ടായിട്ടില്ല. നിങ്ങളെ പത്രമാധ്യമങ്ങളിലൂടെയുള്ള അറിവ് മാത്രമേ എൻ്റെ മുമ്പിലുള്ളൂ. ഇപ്പോൾ സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലക്ക് കൃത്യമായി ചുമതലകൾ വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. താങ്കൾ നിലമ്പൂരിന് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. മലപ്പുറത്ത് കേരളത്തിൽ പരിചയപ്പെടുന്ന കാര്യമുണ്ടെങ്കിൽ ഇപ്പോൾ മലപ്പുറത്ത് നിലമ്പൂർ താങ്കൾക്ക് അങ്ങനെ ഒരു ബന്ധമുള്ള നാട് കൂടിയാണ്, താങ്കളുടെ നാടാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി ഒരു സ്വാഭാവിക പരിഗണന മാത്രമാണോ, അതിന്റെ അപ്പുറത്തേക്ക് താങ്കളുടെ രാഷ്ട്രീയ പശ്ചാത്തലമൊക്കെ പരിഗണിച്ചുകൊണ്ടൊരു പേരാണോ ഇപ്പോൾ ഉയർന്നു വരാൻ കാരണം? അതിപ്പോൾ എങ്ങനെയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. രാഷ്ട്രീയപരമായിട്ടൊരു പാരമ്പര്യമൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഫുട്ബോളർ എന്നുള്ള നിലക്ക് സംസ്ഥാന സർക്കാർ തന്നിട്ടുള്ളൊരു അംഗീകാരമായിട്ടാണ് ഞാൻ ഈ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റിന്റെ സ്ഥാനം തന്നെ അതിൻ്റെ കഴിവിൻ്റെ പരമാവധി നല്ല രീതിയിൽ വിനിയോഗിക്കുന്നുണ്ട്. നിലമ്പൂർ എനിക്ക് പുതിയതായിട്ടുള്ളൊരു സ്ഥലമൊന്നുമല്ല. മലപ്പുറം ജില്ലയിൽ ഏറ്റവും അരീക്കോട് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും അടുപ്പമുള്ള പ്രദേശം തന്നെയാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ 3 അമ്മാവന്മാർ അവിടെ തന്നെയാണ്. അതിൽ പ്രധാനപ്പെട്ട ഡോക്ടർ ഉസ്മാൻ, അതുപോലെ തന്നെ ഷൗക്കത്തിലാക്ക, കാലിദാക്ക, ഇവരൊക്കെ അവിടെ പൊതുരംഗത്ത് വളരെ സജീവമായി നിൽക്കുന്ന ആൾക്കാരാണ്. ഡോക്ടർ ഉസ്മാൻ തന്നെ ഏറ്റവും മൂത്ത അമ്മാവനായിരുന്നു. അദ്ദേഹം ഡോക്ടർ എന്നുള്ള നിലക്കും സാമൂഹിക പ്രവർത്തകൻ എന്നുള്ള നിലക്കും നിലമ്പൂർ നിറഞ്ഞു നിന്ന ഒരാളാണ്. കുട്ടിക്കാലമൊക്കെ നിലമ്പൂർ ചെലവഴിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. എൻ്റെ അരീക്കോട് കഴിഞ്ഞ് എനിക്ക് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള സൗഹൃദവലയം ഉള്ള ഒരു സ്ഥലം തന്നെയാണ് നിലമ്പൂർ. പുതുമുള്ള സ്ഥലമൊന്നുമല്ല. അങ്ങനെ ഒരു ഓഫർ CPMന്റെ നേതൃത്വത്തിൽ വന്നാൽ സ്വീകരിക്കും. എന്താണ് താങ്കളുടെ ഒരു താല്പര്യം? എന്താണ്? അങ്ങനെ നമ്മൾ പറയുന്നതിന് പ്രസക്തി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഗവൺമെന്റ് ഏൽപ്പിച്ചിട്ടുള്ള വലിയൊരു ചുമതലയുണ്ട്. സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ അധ്യക്ഷൻ. അത് കഴിവിന്റെ പരമാവധി നന്നായിട്ട് വിനിയോഗിക്കുന്നുണ്ട്. അതുപോലെ ഇതേപോലെ പാർട്ടിയോ ഗവൺമെന്റോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളോ എന്ത് ചുമതല ഏൽപ്പിച്ചാലും കഴിവിന്റെ പരമാവധി നല്ല രീതിയിൽ നിർവഹിക്കുക എന്നുള്ളത് തന്നെയാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. വ്യക്തമാണ്, അങ്ങയുടെ നിലപാട് വ്യക്തമാണ്. ഏതായാലും CPM ആണ് സസ്പെൻസ് സ്ഥാനാർത്ഥികൾ പലപ്പോഴും CPM ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പുകളിൽ അത്തരത്തിൽ സസ്പെൻസ് സ്ഥാനാർത്ഥികൾ വരാറുമുണ്ട്. ഏതായാലും U ഷറഫ് അലിയും അത്തരത്തിലൊരു സസ്പെൻസ് സ്ഥാനാർത്ഥിയെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നവർ നിരവധിയുണ്ട്. അത്തരത്തിൽ ആഗ്രഹിക്കുന്നവരും നിരവധിയാണ്. നിലമ്പൂരിലെ NDA സ്ഥാനാർത്ഥിയെ 2 ദിവസത്തിനകം പ്രഖ്യാപിക്കുമെന്ന് BJP. രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്താകും സ്ഥാനാർത്ഥി പ്രഖ്യാപനം. BJP മത്സരിക്കണോ BDJS മത്സരിക്കണോ എന്ന് നേതൃത്വം ഉടൻ തീരുമാനമെടുക്കുമെന്നും BJP ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് രശ്മിൽ നാഥ് പറഞ്ഞു. ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനത്തിന് അവരുടെ സ്ഥാനാർത്ഥിയെ കണ്ടെത്താനും പ്രഖ്യാപിക്കാനും സാധിക്കാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിലമ്പൂർ നിയോജകമണ്ഡലം ഉള്ളത്. ഞങ്ങൾ ഭരിക്കുന്ന കേരളത്തിലെ ഭരണകക്ഷിയോ അല്ലെങ്കിൽ സിറ്റിംഗ് MLA ഉള്ള പാർട്ടിയോ അല്ല കേരളത്തിലെ. ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന സമയത്ത് നിരവധി ഘടകങ്ങൾ അതിനകത്ത് പരിഗണിക്കേണ്ടതുണ്ട്. രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലങ്ങളൊക്കെ നോക്കിയിട്ട് വേണം അത് ചെയ്യാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ BJP ഒറ്റയ്ക്കല്ല, ഞങ്ങൾ മുന്നണി സംവിധാനത്തിലാണ് മത്സരിക്കുന്നത്. ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സംസ്ഥാന നേതൃത്വം ഇരുന്നു കൊണ്ട് അതിൻ്റെ തീരുമാനമെടുത്ത് 2 ദിവസത്തിനകം അതിൻ്റെ ഒരു തീരുമാനം തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.